Welcome to Census School of Life Sciences. Today we shall analyze the PYQs 2021 in Fisheries Extension Officer. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, then second, this one, then third, fourth, fifth, then ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്രയാണ് വിത്ത് എക്സ്പ്ലനേഷനിൽ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഡാഷ് ഈസ് an oceanographic payload carried by IRS-P4 capable of retrieving chlorophyll intensity used for the identification of potential fishing zones. Options ഒക്കെയാണ് A OCM, then MSMR, LIS, WIFS. ആൻസർ OCM ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂളിൽ റിമോട്ട് സെൻസിങ് ഇൻ ഫിഷറീസ് എന്ന ഭാഗത്തിൽ നിന്നാണ്. ഒരു ഓഷ്യനോഗ്രാഫിക് പേലോഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ്, സെൻസേഴ്സ് carried by a satellite, aircraft, ship, or other platform to observe and measure properties of the ocean. അതാണല്ലോ. In remote sensing satellites, the payload collects data about the ocean surface and its characteristics. നമ്മുടെ ഓപ്ഷനിലെ OCM-ഉം MSMR-ഉം അല്ല, ആൻസർ OCM എന്ന് ഞാൻ പറഞ്ഞു. അതിൽ OCM-ഉം MSMR-ഉം ഓഷ്യനോഗ്രാഫിക് പേലോഡ്സിന് ഉദാഹരണം തന്നെയാണ്. ബോത്ത് oceanographic sensors used on IRS-P4, the OceanSat-1, but they have different functions. ഡിഫറൻസ് ഞാൻ പറയാം. ഈ IRS-P4 എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് എൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ബിൽറ്റ് ബൈ ISRO. അപ്പൊ ഈ റോൾ ഓഫ് ISRO ഇൻ ഫിഷറീസിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഞാൻ അതിന്റെ PDF നോട്ട് തരുന്നുണ്ട്. എന്റെ ഡിഫറൻസ് നോക്കിയേ. ഫസ്റ്റ് OCM, അത് ഫുൾ ഫോം അല്ലേ? ഓഷ്യൻ കളർ മോണിറ്റർ. MSMR മൾട്ടി ഫ്രീക്വൻസി സ്കാനിങ് മൈക്രോവേവ് റേഡിയോമീറ്റർ എന്നാണ്. ഇത് ഒപ്റ്റിക്കൽ വിസിബിൾ സെൻസറാണ് OCM-ൽ. ഇത് മൈക്രോവേവ് സെൻസറാണ്. ഇത് ഓരോന്നിന്റെ വ്യത്യാസം എല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ ഏതാണ് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ OCM അതിന്റെ മെയിൻ പർപ്പസ് മെഷേഴ്സ് ഓഷൻ കളർ. ഇതില് MSMR-ൽ മെഷേഴ്സ് സീ സർഫേസ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റേഴ്സ്. ഇവിടെ സ്പെക്ട്രൽ റീജിയൻ OCM-ൽ വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡ് ആണ്. ഇതിലാകട്ടെ മൈക്രോവേവ് ആണ്. So important applications of OCM: chlorophyll A, plankton, water quality, potential fishing zone. നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട് ഐഡന്റിഫിക്കേഷൻ. ഇതിൽ സീ സർഫേസ് ടെമ്പറേച്ചർ, വിൻഡ് സ്പീഡ്, അറ്റ്മോസ്ഫിയറിക് വാട്ടർ വേപ്പർ, ക്ലൗഡ്, ലിക്വിഡ് വാട്ടർ, ഇതൊക്കെയാണ്. ഇതിനകത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following scheme of Government of India has the target of increasing fish production to 22 million metric tons by 2024-25? A. Fisheries and Aquaculture Infrastructure Development Fund. B. Matsya Samriddhi. C. Pradhan Mantri Matsya Sampada Yojana, അതായത് PMMSY അല്ലേ? Then Blue Revolution. Answer C ആണ്, PMMSY ആണ്. ഈ PMMSY എന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് ഫിഷറി സെക്ടർ സ്കീം ഇൻ ഇന്ത്യ. ഇത് ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണല്ലോ. ലോഞ്ചിങ് ഡേറ്റ് ഓർത്തിരിക്കുക, 10 സെപ്റ്റംബർ 2020. ഇംപ്ലിമെന്റിംഗ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി. ഇതിന്റെ ടാർഗറ്റ്സ് ഇതൊക്കെയാണ്. ഇൻക്രീസ് ഫിഷ് പ്രൊഡക്ഷൻ ടു 22 മില്യൺ മെട്രിക് ടൺസ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇനി ചിലപ്പോൾ മറ്റേതെങ്കിലും ടാർഗറ്റ്സ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 3-4 ടാർഗറ്റ്സ് തന്നിട്ട് ഇല്ലാത്തവരാണ് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ഡബിൾ എക്സ്പോർട്സ് ആൻഡ് എൻഹാൻസ് എക്സ്പോർട്ട് ഏർണിങ്സ്. Then create about 55 lakh direct and indirect employment opportunities. Then reduce post harvest losses.
Next question. 9,000. Advantage of implementation of minimum legal size include A. Prevention of growth overfishing. B. Promotion of ethical and responsible fisheries. And both A and B, then none of this. See, minimal legal size, MLS. It is the smallest body length of a fish that can be caught under fisheries regulations. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇപ്പൊ ജുവനൈൽ ഫിഷ് ക്യാപ്ചർ ചെയ്യുന്നത് തടയാം, ഓവർ ഫിഷിങ് റെഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതെല്ലാം എന്താണ് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ ഫിഷറീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ അല്ലെ. അത് നമുക്ക് കോമൺ സെൻസ് ഉണ്ട്, നമുക്ക് ആലോചിക്കാന്നുള്ളതാണ്. ഇപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ സി. Then next question, fishery of dash is a role model for ecosystem-based fisheries management and is considered as the world's best managed fishery. So, model for ecosystem-based fisheries management. Choice Clupia, then Gadus calcogrammus. Gadus answer D. The Food and Agriculture Organization, FAO, generally uses the term ecosystem approach to fisheries, EAF, rather than ecosystem-based fisheries management. Question so, FAO developed EAF as the extension of conventional fisheries management. Conventional fisheries management that incorporates ecological, environmental, economic, and social considerations into fisheries decision making. അപ്പോൾ നമ്മൾ ഗാഡസ് ഫിഷുമായിട്ട് ചേർത്ത് എക്സാമ്പിൾ അത് നമ്മൾ പറയുമ്പം എന്താണ് എക്കോസിസ്റ്റം അപ്രോച്ച് ടു ഫിഷറീസ് നമ്മൾ മനസ്സിലാക്കും. അതായത് ഗാഡസ് കാൽക്കോഗ്രാമസ് is often used by FAO as an example illustrating the ecosystem approach to fisheries, because managing this fishery requires considering not just that target stock but also the wider ecosystem. It is both a predator and prey. It feeds on organisms such as zooplankton and small fish, while being preyed upon by seals, sea lions, whales, seabirds, and larger fish. So therefore, reducing or increasing Gadus abundance can affect many other species. Okay, it's clear? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ PDF ആയിട്ട് തരാം. Okay, thank you.